പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ SPC പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളിൽ പലർക്കും ഒത്തിരി സംശയങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളിൽ SPCക്ക് ചേരുന്നതിനായി ധാരാളം കുട്ടികൾ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും SPCയിൽ ഉൾപ്പെടുത്താനാവില്ല. ഒരു വിങ്ങിൽ 22 പെൺകുട്ടികളെയും 22 ആൺകുട്ടികളെയുമാണ് പങ്കെടുപ്പിക്കാൻ സാധിക്കുക. അതായത് ഒരു വർഷം 22 പെൺകുട്ടികളെയും 22 ആൺകുട്ടികളെയുമാണ് ചേർക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് നൽകിയതിൽ നിന്നും ഏറ്റവും മികച്ചവരെ കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ടാണ് പ്രിലിംസ് എക്സാമും മെയിൻ എക്സാമും നടത്തുന്നത്. അപ്പോൾ പ്രിലിംസ് എക്സാം നടത്തി അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളെ അടുത്ത മെയിൻ എക്സാം എഴുതിപ്പിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു 50ഓളം കുട്ടികളെ, 50 പെൺകുട്ടികളെയും 50 ആൺകുട്ടികളെയും എക്സാമിൽ നിന്ന്, പ്രിലിംസ് പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യും. 10ഓളം പേരെ വെയിറ്റേജിലും കീപ്പ് ചെയ്യും. അതിനുശേഷം മെയിൻ എക്സാം നടത്തും. ഈ പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് മെയിൻ എക്സാമിനും വരുന്നത്. ഇതേപോലെ GKയും കറണ്ട് അഫേഴ്സും മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരുന്നത് 50 മാർക്കിൻ്റെ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക്, ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിയിൽ നിന്നും താഴോട്ടുള്ള മാർക്കുകളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എനിക്ക് 50ൽ 37 കിട്ടി, എന്നെ സെലക്ട് ചെയ്യുമോ? എനിക്ക് 50ൽ 42 കിട്ടി, ഞാൻ സെലക്ട് ആവുമോ? എനിക്ക് 22 കിട്ടി, ഞാൻ സെലക്ട് ആവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ കിട്ടുന്നത് ആ കുട്ടിയായിരിക്കും 1ാം റാങ്ക്. അതിൽ നിന്നും താഴേക്ക് വരുന്ന മാർക്ക് കുറയുന്നതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫിസിക്കലിൽ വിൻ ചെയ്യുന്നവർക്ക് മാത്രമേ SPCയിൽ സെലക്ഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ 50ൽ 48 മാർക്ക് വാങ്ങി മെയിൻ എക്സാമിൽ 1ാം റാങ്ക് കിട്ടിയ ഒരാളെ SPCയിൽ സെലക്ട് ചെയ്യണമെന്നില്ല. അവൻ ഫിസിക്കലിൽ വിൻ ചെയ്താൽ മാത്രമേ അവനെ സെലക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഫിസിക്കലിന് 8 ഐറ്റം ഉണ്ടാകും. അതിൽ 5 ഐറ്റത്തിന് വിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ, SPCയിൽ ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, കൂട്ടുകാർക്ക് ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് മലയാളത്തിലായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിലും മലയാളം മീഡിയം കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് മലയാളത്തിലാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മാത്സും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? പിന്നെ നന്നായി എല്ലാ കൂട്ടുകാരും കറണ്ട് അഫയേഴ്സ് നോക്കി വയ്ക്കുക. കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കും ശരിക്കും റാങ്ക് ഹോൾഡേഴ്സിനെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൻ എക്സാമിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. മെയിൻ എക്സാമിലും വിജയിച്ച് നിങ്ങളുടെ സ്വപ്നതുല്യമായ നിങ്ങളുടെ ആഗ്രഹം, SPC എന്ന നിങ്ങളുടെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് എത്തുന്നു. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.